അയിമട് കയറും. ആരെ കിട്ടിയാലും മതി. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒന്നല്ല നിങ്ങള് നല്ലോണം വർത്താനം പറയും. ഇപ്പൊ ഈ മൊബൈൽ ഇറങ്ങിയ ശേഷം എനിക്ക് ഒന്ന് കുറച്ചും കൂടി നരകത്തിലേക്ക് എളുപ്പമായിരിക്കുന്നു അല്ലേ? മുമ്പ് ഫോൺ ചെയ്യണേ പൊരേ തന്നെ പോണ്ടിനി. ഇപ്പൊ എപ്പോഴും പറത്തിന്റെ കീസയിൽ മുഴുവൻ നരകത്തിന്റെ കുറ്റിയ. ഹലോ, അതിനാ പെണ്ണുങ്ങൾ കൊണ്ടെടുക്കുന്നത്. വേറെ എന്തിനാ? നിങ്ങൾ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഒന്നല്ലല്ലോ, ഒരു ക്ലർക്കും കൂടിയല്ല. എന്നാലും ഇതൊക്കെ ഒരു 5-6 ഫോൺ ഉണ്ടാവും അല്ലേ? മോൻ വന്നപ്പോ ഒന്ന് തന്ന്, മൂത്ത അയ്യാപ്പിള വന്നപ്പോ ഒന്നും തന്ന്, ഇളയ അയ്യാപ്പിളപ്പോ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒരു സിം ഉണ്ടാക്കണം. അതും കൂടി ഇട്ടാ എനിക്ക് 3 സിമ്മായി. ഈ 3 സിമ്മിലൂടെയും ഞാൻ നരകം വില കൊടുത്തു പോവും. ശരിയാക്കി തരാം എന്ന നിലക്കാണ് സിം ഇട്ട് നടക്കുന്നത്. അപ്പൊ ഏതായാലും സൂക്ഷിക്കുക. ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. നാവിനെ നിയന്ത്രിക്കുക. ഞാൻ ഏതായിരുന്നാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളെപ്പറ്റി ഒരാളോടും ഒരു കാര്യവും പറയില്ല. ചിലവർ വിചാരിക്കും എൻ്റെ ഒരു ധാരണ അടിസ്ഥാനത്തിലാവും മൂപ്പരെല്ലാം തുറന്നു പറഞ്ഞ ആളാ മൂപ്പര് പറഞ്ഞു കൊടുക്കും. അങ്ങനല്ല കേട്ടോ. ആരെപ്പറ്റിയും ഒരു കാര്യവും പറയില്ല, വീട്ടിൽ പോലും പറയില്ല, ഒരു കാര്യങ്ങളും പറയാറില്ല. ചിലർ പറയും എന്തേക്ക് ചോദിച്ചാൽ മാത്രം പറയും, അല്ലേ പറയില്ല എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞുള്ളൂ. എന്തിനാണ് പറയേണ്ട ആവശ്യം? അപ്പൊ അങ്ങനെ സൂക്ഷിക്കുക. ഞാൻ വലിയ മുന്തിയ ആളാന്നുള്ളത് പറഞ്ഞല്ല കേട്ടോ, അത്ര വലിയ മുന്തിയ ആളൊന്നല്ല. തഴ കിട്ടിയാൽ ഞാനും പറയും, കാരണം എനിക്ക് നരകത്തിൽ പോകണം എന്നുള്ള ഭാഷ ഉണ്ടെങ്കിൽ. അപ്പോ ഏതായിരുന്നാലും സാധാരണഗതിയിൽ മൗലവിമാരും ആയി എന്നുള്ളത് കൊണ്ടൊന്നും ഉണ്ടാകാൻ പോലില്ല, എന്നാന്നും പോലില്ല എന്ന് നിങ്ങൾ തെറ്റിയിരിക്കണ്ട. നല്ലോണം അജാതിപ്പാൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാ ഫീൽഡിലും ഉണ്ടാവും. ഇപ്പൊ ഡോക്ടർമാർ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുമല്ലോ. ഒരു ഡോക്ടർ മരുന്ന് എഴുതിയാൽ മറ്റേ ഡോക്ടർക്ക് പോയിട്ട് ചോദിക്കുക, ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി ഡോക്ടർ കഴിച്ചാൽ ഡോക്ടർ ഇങ്ങനെ പെന്നടിച്ചിട്ട് അത് കഴിക്കണ്ട, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതേ കമ്പനിന്റെ വേറൊരു സാധനം ഇവിടെ ചെയ്തു, അത് തന്നെ പിന്നെയും കൊണ്ടുവരും. കാരണം മറ്റവൻ്റെ അടുത്ത് പോയാൽ മറ്റേ 50 ഉറുപ്പിക ആകണ്ടല്ലേ, അപ്പൊ അതിനനുസരിച്ച് ചെയ്യും. അപ്പം എന്താ ഉണ്ടായത്? അതുകൊണ്ട് മറ്റേ ആൾ ഡോക്ടർ ഒന്ന് ഇടിച്ചു താത്തി. നേരെ മറിച്ച് എന്താ പറയേണ്ടത്? ഈ മരുന്നിനെ കഴിച്ചാൽ മതി കേട്ടോ, നിങ്ങൾ ഈ മരുന്നിനെ കഴിച്ചോളൂ, ഞാൻ ഇതിന്റെ പുറമെ ഒരു ആന്റിബയോട്ടിക് എനിക്ക് 50 ഉറുപ്പിക വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആന്റിബയോട്ടിക്കിന്റെ പേര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൂടി കഴിച്ചോ. ഇതാ പ്രസിദ്ധമില്ലേ, എളുപ്പമുണ്ടല്ലോ. ഇവിടെ ഡോക്ടർമാരുടെ ഒരു ചെയ്തോട്ടെ ഇനി മുതൽ കുറ്റം പറയാൻ നിൽക്കണ്ട. മറ്റുള്ള ഡോക്ടർമാർ എന്നാ മൗലവിമാരും അങ്ങനെ തന്നെയാണ്, ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ തന്നെയാണ്, അധ്യാപകന്മാർ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ കുത്തിരിക്കുന്ന പെണ്ണുങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഈ ഓഫീസ് റൂമിൽ വന്നിട്ട്, പാർവതി ടീച്ചർ അത്ര നല്ല ആളും നല്ല, എന്നിങ്ങനെ വരുമ്പോ ഞാൻ കണ്ടു പലതും എന്നും പണ്ട് അവിടെ കുത്തിരിക്കുക. നിങ്ങൾ ചോദിച്ചത് ടീച്ചർമാരാണ് ചോദിച്ചത് നന്നാവുന്നു. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരമല്ല വേണ്ടത്, ഉദ്യോഗമാണ് വേണ്ടത്. അറിവിന്റെ സന്മാർഗം വേണം. ആ സന്മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ നാവ് നിയന്ത്രിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് അറിവും സന്മാർഗവും ഒന്നിച്ച് ലഭ്യമാകാൻ പ്രാർത്ഥിക്കുക. റഹ്മാനായ തമ്പുരാൻ ഈ പരിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി പഠിച്ചെടുത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാവ് കൊണ്ടുവരുന്ന വിനകളാൽ നരകത്തിൽ പോകേണ്ട അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ അത് പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരെല്ലാം പലപ്പോഴും നാവ് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഉപയോഗിച്ചിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ ദൂഷ്യങ്ങൾ, ഡോക്ടർമാരായിരുന്നാലും പണ്ഡിതന്മാരായിരുന്നാലും അധ്യാപകന്മാരായിരുന്നാലും ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ളവരായിരുന്നാലും അവരെല്ലാം ആവശ്യമില്ലാതെ നാവ് ഉപയോഗിച്ചു പോയിട്ടുണ്ടാവും. പടച്ചാമ്പുരാൻ അവർക്കൊക്കെ മാപ്പ് നൽകി അവർക്ക് തൗബ ചെയ്യാനുള്ള മാനസികാവസ്ഥ അള്ളാഹു നൽകുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന് കരഞ്ഞു കലങ്ങിയ മനമുരുകിയ പ്രാർത്ഥനയുമായി അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാം തുണക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.